ഹായ് ഫ്രണ്ട്സ്, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷോർട്ടായിട്ട് വന്നത്. ഞാൻ അങ്ങനെ ഷോർട്ടിലൊന്നും വരാറില്ല, ലൈവ് ഇടാന്നാണ് വിചാരിച്ചത്. പക്ഷേ ലൈവിലൂടെ പറയാൻ പറ്റില്ല, കുറച്ച് സെന്റിമെന്റ്സ് കാര്യം ആയതുകൊണ്ട് ഷോർട്ടായിട്ട് തന്നെ ഇടാന്ന് ഞാൻ വിചാരിച്ചു. വേറെ ഒന്നുമല്ല, എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എൻ്റെ ചാനലിൽ നടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സബ്സ്ക്രൈബേഴ്സ് മൂലമോ വ്യൂവേഴ്സ് മൂലമോ ഒന്നും തന്നെയല്ല കേട്ടോ. എന്റെ ചാനല്, അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോ തൊട്ട് സാന്ത്വനമാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്. മൗനരാഗം ഇടാൻ തുടങ്ങി. മൗനരാഗം ഇടുമ്പോ തൊട്ട് മൗനരാഗത്തിന്റെ തമ്മിൽ അതുപോലെ പോലെ തന്നെ എടുത്തോണ്ട് പോകുന്ന ഒരു ചിന്നു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഞാൻ 100 വട്ടം പറഞ്ഞു എന്റെ തമ്മിൽ എടുക്കരുത്. കാരണം തമ്മിൽ എന്ന് പറഞ്ഞ സംഭവം കണ്ടൊരാളുടെ ഒരു തമ്മിലല്ല എടുത്താൽ എന്താ പ്രശ്നം എന്താന്ന്. പക്ഷെ തമ്മിൽ ഒരു കഷ്ടപ്പെട്ടാണ് ഒരാളൊരു സംഭവം ഉണ്ടാക്കണത്, അതിനുവേണ്ടി സമയം മെനക്കെട്ടാണ് ഉണ്ടാക്കണത്. ഈ ചിന്നു എന്ന് പറഞ്ഞ ഒരു ചേച്ചിനെ പോലെ വലിയ കുട്ടികളൊന്നും അല്ല, എനിക്ക് ഒരു കുഞ്ഞു കൊച്ചിനെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസും തമ്മിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല ഫാമിലിയും സെറ്റപ്പും കാര്യങ്ങളും ഉള്ളത്, എനിക്കും ഫാമിലിയും ഭർത്താവും കുഞ്ഞും കാര്യമൊക്കെ ഉണ്ട്. അത് മാത്രല്ല വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് ഓൾറെഡി ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് മാനസിക, ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്റെ തമ്മിൽ എടുക്കല്ലേ, എനിക്കത് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത് എത്രയൊക്കെ പേര് എഴുതി വെച്ചാലും അവർ എടുത്തോണ്ട് പോകും. അപ്പൊ മൗനരാഗം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചന്ദ്രകാന്ത് ഇടാൻ തുടങ്ങി. ചന്ദ്രകാന്ത് അതുപോലെ തന്നെ എടുക്കുമായിരുന്നു. പിന്നെ അത് പോട്ടെ, സീരിയൽ അവസാനിച്ചു, അത് പിന്നെ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. അതിനുശേഷം ഇപ്പൊ ഞാൻ സാന്ത്വനം ഇടുമ്പോ സാന്ത്വനത്തിന്റെ തമ്മിൽ അതുപോലെ തന്നെ പേര് നമ്മൾ എവിടെയൊക്കെ എഴുതി വെച്ചാലും അതൊക്കെ മായ്ച്ചു കളയണ, അതൊക്കെ മായ്ച്ചു കളയുന്ന രീതി എടുത്തിട്ട് അവര് ചിന്നു എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരിടും. അപ്പൊ എനിക്കറിയില്ല, ഞാൻ നോക്കുമ്പോ എന്റെ തമ്മിലാണ് അവർ എടുക്കുന്നത്. ചിലപ്പോ പത്തരമാറ്റി ഇടുന്നുണ്ട്, പല സീരിയലുകൾ അവർ ഇടുന്നുണ്ട്, ഏതൊക്കെ സീരിയലെന്ന് എനിക്ക് അറിയില്ല. അതിലൊക്കെ മറ്റുള്ളവർ തമ്മിലായിരിക്കും എടുക്കുന്നത്, എനിക്ക് 100% ഷുവറാണ്. എന്തായാലും അത് ഞാൻ നോക്കുന്നില്ല. പക്ഷെ എന്റെ തമ്മിൽ ഇനി ദൈവത്തെ ഓർത്ത് എടുക്കരുത്. എനിക്കിത് യൂട്യൂബിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് ക്ലിയർ ആക്കി തരും, പക്ഷെ എനിക്ക് വേണ്ട. കാരണം നമ്മളെ പോലെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം അടുത്ത് പറഞ്ഞു, എന്റെ തമ്മിൽ എടുക്കല്ലേ, ഞാനിത് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒരാളുടെ, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കി എന്നെ വളർത്തി, ഇത്രയും വയസ്സായിട്ട് എന്നെ വളർത്തി വലുതാക്കിയത്. ഒരാളുടെ ഒന്നും മോഷ്ടിക്കരുത്, ഒരാളുടെ ഒന്നും ആഗ്രഹിക്കരുത്, ഒരാൾ കഷ്ടപ്പെടുന്നതിൽ വലിച്ചെടുക്കരുത്. അതായത് തിന്നോണ്ടിരിക്കുന്നതിൽ വലിച്ച് വാരി തിന്നുമെന്നൊക്കെ പറയില്ല, അതുപോലെ ചെയ്യരുത്. നമ്മുടേതായിട്ടുള്ള രീതിയിൽ വേണം ജീവിക്കാൻ. എന്റെ അച്ഛനമ്മയും പറഞ്ഞ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരാളുടെ ഒന്നും ഞാൻ ഒരാളെ സങ്കടപ്പെടുത്താനോ, ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ, ഒരാളെ വേദനിപ്പിക്കാനോ, ഒരാളെ ചതിക്കാനോ, ഒരാളെ മാനസികാവസ്ഥനെ മുതലെടുക്കാനോ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. ഒരാളെ ഒരു രീതിയിൽ ഞാൻ വേദനിപ്പിച്ചിട്ടുമില്ല. എന്റെ ഇത്ര ലൈഫിനിടയ്ക്ക് ഞാൻ ഒരാളെ വേദനിപ്പിച്ചിട്ടുമില്ല. ഒരാളുടെ അടുത്ത് ഞാൻ വഴക്കിനും പോയിട്ടില്ല. ഒരാളുടെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു സാധനം പോലും തമ്മിൽ പോയിട്ട് ഒരാളുടെ ഒരു 10 പൈസ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എന്റെ രീതിയിൽ വീഡിയോ ഇടുന്നു, കണ്ടന്റ് ഇടുന്നു, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി കണ്ടന്റ് ഇടുന്നു. അപ്പൊ അവരുടെ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ ചിന്നു എന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ തമ്മിൽ ഇങ്ങനെ എടുക്കല്ലേ, എനിക്കത് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ എടുക്കല്ലേ എന്ന് പറയുമ്പോൾ അവരെടുത്ത വായിക്കാണ്ട് ചോദിച്ചെന്തെന്ന് അറിയാവോ, നിങ്ങളുടെ ഭർത്താവിനല്ലല്ലോ ഞാൻ തട്ടിയെടുത്തേന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഭർത്താവിനല്ലല്ലോ ഞാൻ തട്ടിയെടുത്ത്. അപ്പൊ അവരുടെ ചിന്ത എവിടെയും വരെ പോയെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അവരെ ഇതിനെ ചെറുതാക്കാനോ അവരൊന്നും പറയണില്ല. പക്ഷെ പറഞ്ഞൊരു പരിധി ഉണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു ഞാൻ മൗനരാഗം ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 1.5 വർഷത്തിൽ കൂടുതലായി. 1.5 വർഷത്തിൽ കൂടുതലായിട്ട് എന്നെ ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏത് ചാനൽ, ഇപ്പൊ ചന്ദ്രകഥ വേറൊരു സീരിയലില് വേറൊരു ചാനലാണ് ഇട്ടത്. അപ്പൊ ആ ചാനൽ തമ്മിൽ എടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മഴവിൽ മനോരമ അവർ ഇടുന്നില്ല ഒരു റിവ്യൂ. മഴവിൽ മനോരമയിലേക്ക് ഞാൻ റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ മഴവിൽ മനോരമയിലേക്ക് ഞാൻ ഇടുന്ന റിവ്യൂന്റെ ഒക്കെ തമ്മിൽ എടുത്തോണ്ട് പോയാനെ. ഭാഗ്യത്തിന് മഴവിൽ മനോരമയിലേക്ക് വന്നിട്ടില്ലാത്തതുകൊണ്ട് അതിൽ തമ്മിലൊന്നും എന്റെ എടുത്തോണ്ട് പോയിട്ടില്ല. പക്ഷെ ഇതിന്റെ ചന്ദ്രകാന്താണെങ്കിലും സാന്ത്വനമാണെങ്കിലും മൗനരാഗമാണെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകണം. പിന്നെ അവരെന്താ പത്തരമാറ്റൊക്കെ ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പത്തരമാറ്റി ഇടാൻ പോലും തോന്നുന്നില്ല, ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്, സമയം കളഞ്ഞ് ഈ കുഞ്ഞിനെ നോക്കി. അവർക്ക് വലിയ പിള്ളേരാട്ടോ, 7 8 വലിയ പിള്ളേരാ. അപ്പൊ ആ കുഞ്ഞിനെ നോക്കി അവരവിടെ നിൽക്കുന്നു. എനിക്ക് 4 വയസ്സായ ഈ കുഞ്ഞിനെ നോക്കി അവനെ ക്ലാസ്സിൽ വിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോ എനിക്ക് അടുത്ത് വഴക്ക് പിടിക്കാനും കാര്യത്തിനൊന്നുമില്ല. അപ്പൊ ദൈവത്തെ ഓർത്ത് ചിന്നു, നിങ്ങൾ മാന്യവും മര്യാദക്കുള്ള സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും എന്റെ തമ്മിൽ ദൈവത്തെ ഓർത്തെടുക്കല്ലേ. ഞാൻ ഈ വീഡിയോ അവർക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയില്ല എന്റെ അവസ്ഥ എന്താകും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മ എങ്ങനെ വളർത്തിയത് ആ രീതിയിൽ ജീവിച്ച് കാണിക്കേ. അല്ലാതെ എന്റെ രീതിയിൽ നിങ്ങളൊന്നും ചെയ്യല്ലേ, ദൈവത്തെ ഓർത്തിട്ട്. കാരണം അത്ര സഹി കെട്ടിട്ട് ഞാൻ ഈ ഒരു ഷോർട്ട് എങ്കിലും ഇടുന്നത്. ലൈവ് വന്ന് വെച്ചപ്പോ ഞാൻ കരഞ്ഞു പോകും, സെന്റിമെന്റ്സ് ആവും. അതുകൊണ്ട് ഞാൻ ഷോർട്ട് ആയിട്ട് ഇടാന്ന് വിചാരിച്ചത്. അപ്പോ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യല്ലേ. നിങ്ങളൊരു നല്ലൊരു സ്ത്രീ അമ്മയാണെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ. ഓക്കെ, ബൈ.